ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു സ്വന്തം റെസിപ്പിയാണ്. അതും സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി. സോ ലെറ്റ്സ് മൂവ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമ്മൾ നോക്കാൻ വരും. സവാള കട്ട് ചെയ്തതും, സവാള ഓണിയൻ, പിന്നെ ശേഷം കാഷ്യൂ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ബദാം, ആൽമണ്ട്, പിന്നെ 3 തക്കാളി കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്ലേറ്റിൽ കട്ട് ചെയ്ത് വെക്കാം. 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഈ പേസ്റ്റ് ചെയ്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ഒരു സൈഡിൽ വെച്ച്, ബദാമും കാഷ്യും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അലോങ് വിത്ത് ഓണിയൻ ഇതൊക്കെ നമ്മളൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം വരും. അപ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം ചിക്കൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയ ഇൻഗ്രീഡിയൻസ്: ഉലുവ, കറാമ്പ്, പട്ട, ഏലക്ക, ചെറിയ ജീരകം, വലിയ ജീരകം, അതുപോലെ തന്നെ ഫ്ലവർ, അതും നമ്മൾ എടുക്കാൻ പോവാണ്. ഇനി ഇതിനൊക്കെ നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു നോൺ സ്റ്റിക്ക് പാന് സ്റ്റവിൽ വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ മീൻസ് കൊക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ പോവാണ്. നല്ല പ്യൂർ കൊക്കനട്ട് ഓയിലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ ഒക്കെ സ്പൈസസ് ഉണ്ടല്ലോ, ഇത് മിക്സേഴ്സ്, ഇതിനൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം നന്നായി ഫ്രൈ ആകുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കടുകിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിനെയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലത് ഫ്രൈ ആയി വരണം. പച്ചമണം പോകുന്നത് വരെ നമ്മളിതിനെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോളേനെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. കാരണം അത് നല്ല സവോള ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. സവാള നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ തക്കാളി ചേർക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിനെയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി ഫ്രൈ ആയി വരണം. ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല മിക്സ് ചെയ്യണം. തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ അരച്ച് വെച്ച മുളകിനെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ മുമ്പ് തന്നെ അരച്ച് വെച്ചിട്ടുണ്ട്. ശേഷം ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇപ്പോൾ 1 hour ബിഫോർ നമ്മൾ എടുക്കണം, ഇല്ലെങ്കിൽ കട്ടിയിരിക്കും. സോ അതിനെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ മുളകിൽ ഓൾ ടൈപ്സ് ഓഫ് സ്പൈസസും നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ 1
ടേബിൾ സ്പൂൺ ഓഫ് മുളക് ഇട്ടാൽ മതി. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. നല്ലൊരു കളർ കിട്ടാൻ മീൻസ് നമ്മളൊരു മുളകിൻ്റെ കളർ കിട്ടുന്നവരെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം. ശേഷം നമ്മൾ ചിക്കൻ നല്ലതായി കഴുകിയ ഒരു ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനെ നമ്മൾ ഇതിലേക്ക് ആഡ് കൊടുക്കാൻ പോകുന്നു. നല്ല വെന്ത ശേഷം നല്ല ഒരു ആഡ് ചെയ്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു 4-5 പീസസ് ഓഫ് ചിക്കൻസിനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം ഇതിനെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ മൂടി വെക്കാം 2 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തത് ഹാഫ് തേങ്ങ വറുത്തതിന് നല്ലൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. ബിക്കോസ് ഇറ്റ്സ് എ സ്പെഷ്യൽ, അതുകൊണ്ടാണ് നമ്മളിതിനെ വറുത്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമ്മൾ കരിവേപ്പില ഇടാൻ പോവാണ്. കരിവേപ്പില മീൻസ് കറി ലീവ്സ് ഇട്ടിട്ട് നല്ലതുപോലെ ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ നല്ലതുപോലെ ഡ്രൈ ചെയ്ത് വെക്കണം. ശേഷം ഇതിനെ നമ്മൾ ചിക്കൻ കറിയിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഗൈസ്, അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മളിതിനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സായി വരണം. നല്ല ബ്യൂട്ടിഫുൾ റെസിപ്പിയാണ്, സൂപ്പർ റെസിപ്പി, അടിപൊളിയാണ് ഗൈസ്. വാ, ഇതിന് പറയാൻ വേറെ ലെവലില്ല. നല്ലത് ഡെക്കറേഷന് വേണ്ടി നമ്മളൊന്ന് കറി ലീവ്സും മീൻസ് കരിവേപ്പിലയും ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ പോകണം ഗൈസ്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.